ലോകത്തിൻ്റെ സ്നേഹങ്ങൾ മാറിപ്പോകും. ദൈവത്തിൻ്റെ സ്നേഹം മാത്രം നിലകൊള്ളും. കാരണം ഈ ലോകം കണ്ടതിൽ ഏറ്റവും വലിയ സ്നേഹം യേശുക്രിസ്തുവിൻ്റെ സ്നേഹമാണ്. വിശുദ്ധ തിരുവെഴുത്തുകളെ നാം പരിശോധിക്കുമ്പോൾ നമുക്ക് വേണ്ടി മരിച്ച, നമുക്ക് വേണ്ടി ജീവനെ തന്ന ദൈവപുത്രനായ ക്രിസ്തുവിൻ്റെ സ്നേഹത്തോട് തുലനം ചെയ്യാൻ മറ്റൊരു സ്നേഹം ഈ ലോകത്തിലില്ല പ്രിയപ്പെട്ടവരെ. ആ പാട്ടിൻ്റെ വരികളിൽ എന്നെ ഏറ്റവും അധികം സ്പർശിച്ചതായ ഒരു വാക്ക് യേശുവാണ് എൻ്റെ സ്നേഹിതൻ എന്ന പദമാണ്. ഈ ലോകത്തിൽ നമുക്കൊരുപാട് ബന്ധങ്ങളുണ്ട്. ഈ ലോകത്തിൽ പല ബന്ധങ്ങളും ബന്ധന കാരണങ്ങളായി തീരുമ്പോൾ, നിലനിൽക്കുന്ന ബന്ധം ക്രിസ്തുവിനോടുള്ള ബന്ധമായിരിക്കുമ്പോൾ തന്നെ ആ ബന്ധം ഒരു സ്നേഹത്തിന് അധിഷ്ഠിതമാണെങ്കിൽ, ക്രിസ്തുവിനെ ഒരു സ്നേഹിതനായി നിങ്ങൾക്ക് കാണുവാൻ കഴിയുന്നെങ്കിൽ, ഈ ലോകത്തിലെ പല പ്രതിസന്ധികളെയും ആ ബന്ധത്തിലൂടെ നിങ്ങൾക്ക് അഭിമുഖീകരിക്കുവാനായി കഴിയും. അബ്രഹാം ദൈവത്തിൻ്റെ സ്നേഹിതനായിരുന്നു. അബ്രഹാം ദൈവത്തോടൊരു സുഹൃത്തിനെ പോലെ സംസാരിച്ചു എന്ന് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നു. യേശു കർത്താവ് ഉയർപ്പിച്ച ലാസറിന്റെ സഹോദരിമാരായ മാർത്തയും മറിയയും യേശു കർത്താവിനോട് രോഗവിവരം അറിയിക്കുമ്പോൾ അവർ ഇങ്ങനെയാണ് പറഞ്ഞത്: അവന്റെ സ്നേഹിതനായ ലാസർ ദീനമായി കിടക്കുന്നു. അതെ, അബ്രഹാം ദൈവത്തിന്റെ സ്നേഹിതനായിരുന്നു. യേശു ഉയർപ്പിച്ച ലാസർ യേശുവിൻ്റെ സ്നേഹിതനായിരുന്നു. എന്താണ് ആ ഒരു ബന്ധത്തിന്റെ ആഴം, ആ ഒരു ബന്ധത്തിന്റെ പ്രത്യേകത? അപ്പനോട്, അമ്മയോട്, സഹോദരങ്ങളോട്, വല്യപ്പനോട്, വല്യമ്മയോട്, അപ്പച്ചനോട്, അമ്മച്ചിയോട് ഒക്കെ നമ്മൾ പറയാത്തത്, നമ്മുടെ പാസ്റ്ററോട്, നമ്മുടെ പള്ളിയിൽ അച്ഛനോട് ഒക്കെ പറയാത്തത് നമ്മൾ നല്ലൊരു സുഹൃത്തിനോട് പങ്കുവയ്ക്കും. നമ്മളെ ചതിക്കാത്ത, നമ്മളെ വഞ്ചിക്കാത്ത, നമ്മളെ മനസ്സിലാക്കുന്ന നല്ലൊരു സ്നേഹിതൻ നമുക്കുള്ളത് എപ്പോഴും ഒരു ആശ്വാസമാണ്. നല്ല സുഹൃത്ത് ബന്ധങ്ങൾ എപ്പോഴും ഒരു സന്തോഷകരമായ അവസ്ഥ തന്നെയാണ്. നമ്മുടെ ഭാരങ്ങൾ പങ്കുവയ്ക്കാനും, നമ്മളെ മനസ്സിലാക്കാനും, നമ്മളെ തോളിൽ തട്ടി എൻകറേജ് ചെയ്യാനും അങ്ങനൊരു ബന്ധം ഉള്ളത് നല്ലത് തന്നെയാണ്. പക്ഷെ ഈ ലോകത്തിലെ എല്ലാ സുഹൃത്ത് ബന്ധങ്ങളെയും നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുമോ? ഈ ലോകത്തിലെ പല ബന്ധങ്ങൾക്കകത്തും ബന്ധനങ്ങളില്ലേ? ഈ ലോകത്തിലെ പല ബന്ധങ്ങളും പിന്നത്തേതിൽ പ്രതിസന്ധികളായി തീരുന്നില്ലേ? എന്നാൽ യേശു കർത്താവ് നിങ്ങൾക്ക് നല്ലൊരു സ്നേഹിതൻ തന്നെയാണ്. ലോകത്തിന്റെ സ്നേഹം മാറിയാലും ആ സ്നേഹം ഒരിക്കലും വിട്ടുപോകത്തില്ല. 1 യോഹന്നാന്റെ ലേഖനം അതിന്റെ 2-ാം അധ്യായം 15-16 വാക്യങ്ങളിൽ ബൈബിൾ പറയുന്നു: ലോകത്തെയും ലോകത്തിലുള്ളതിനെയും സ്നേഹിക്കരുത്. ഒരുവൻ ലോകത്തെ സ്നേഹിക്കുന്നെങ്കിൽ അവനിൽ പിതാവിന്റെ സ്നേഹമില്ല. ജഡമോഹം, കൺമോഹം, ജീവനത്തിന്റെ പ്രതാപം, ഇങ്ങനെ ലോകത്തിലുള്ളതെല്ലാം പിതാവിൽ നിന്നല്ല, ലോകത്തിൽ നിന്നത്രേ ആകുന്നു. ലോകവും അതിൻ്റെ മോഹവും ഒഴിഞ്ഞു പോകുന്നു. ദൈവ ഇഷ്ടം ചെയ്യുന്നവനോ എന്നേക്കും ഇരിക്കുന്നു. 1 യോഹന്നാന്റെ ലേഖനം 2-ാം അധ്യായത്തിന്റെ 17-ാമത്തെ വാക്യം സത്യമാണ്, യാഥാർത്ഥ്യമാണ്, ആഴമുള്ളതാണ്, മനസ്സിലാക്കേണ്ടതാണ്, ധ്യാനിക്കേണ്ടതാണ്, തിരിച്ചറിയേണ്ടതാണ്. ലോകവും അതിൻ്റെ മോഹവും വിട്ടൊഴിഞ്ഞു പോകും. ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുന്നവനോ എന്നേക്കും നിലനിൽക്കും. നിലനിൽക്കുന്ന ഒന്നുണ്ടെങ്കിൽ, നിലവാരമുള്ള ഒന്നുണ്ടെങ്കിൽ അത് ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുന്ന അവസ്ഥ മാത്രമാണ്. ദൈവത്തിൻ്റെ ആ പെർഫെക്റ്റ് വില്ലിൽ, ദൈവത്തിൻ്റെ ഇഷ്ടത്തിൽ നമുക്ക് നിൽക്കാൻ കഴിഞ്ഞാൽ അതുപോലൊരു അനുഗ്രഹീതമായ ജീവിതം ഉലകത്തിൽ ഉണ്ടാകത്തില്ല. പക്ഷെ അതിനാദ്യം ത്യജിക്കേണ്ടത് ജഡമോഹം, കൺമോഹം, ജീവനത്തിന്റെ പ്രതാപമാണ്. ഈ ലോകത്തെ വെറുത്തുകൊണ്ട് ദൈവസ്നേഹത്തിന്റെ ആഴത്തിൽ ജീവിക്കുന്ന ഒരു മനുഷ്യന് ഒരിക്കലും നിരാശപ്പെടേണ്ട ആവശ്യം വരത്തില്ല. ഈ ലോകത്തിലെ പലതിനെയും ഒഴിവാക്കിക്കൊണ്ട് ദൈവത്തോട് പറ്റിച്ചേർന്നിരിക്കുന്ന ഒരു മനുഷ്യൻ ഒരിക്കലും പരാജിതനാകത്തില്ല. സങ്കീർത്തനം 91-14 വിശുദ്ധ ബൈബിൾ പറയുന്നത്: അവൻ എന്നോട് പറ്റിയിരിക്കിയാൽ ഞാൻ അവനെ വിടുവിക്കും, അവൻ എൻ്റെ നാമത്തെ അറിയിയാൽ ഞാൻ അവനെ ഉയർത്തും. ദൈവത്തോട് ചേർന്നിരിക്കുവാൻ, ദൈവത്തോട് പറ്റിയിരിക്കുവാൻ, ലോകത്തിൻ്റെ സ്നേഹത്തെക്കാൾ അധികമായി ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ആഴങ്ങളിൽ നിലകൊള്ളുവാൻ ക്രിസ്തു നല്ലൊരു സ്നേഹിതനായി, എന്തും തുറന്നു പറയുവാൻ കഴിയുന്ന, നമ്മളെ മനസ്സിലാക്കുന്ന നല്ലൊരു സ്നേഹിതനായി ഉള്ളത്തിൽ സ്നേഹിച്ചുകൊണ്ട് ആ സ്നേഹത്തെ ആ കർത്താവിനോട് വെളിപ്പെടുത്തിക്കൊണ്ട് എന്തും ദൈവസന്നിധിയിൽ ഇറക്കി വെച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവമുഖം അന്വേഷിച്ചാൽ നിശ്ചയമായിട്ടും കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കും. പ്രിയപ്പെട്ടവരെ, ലോകത്തിൻ്റെ സ്നേഹം മാറിപ്പോകും. പക്ഷേ അത് മാറിപ്പോകുമ്പോഴും മറുഭാഗത്ത് എനിക്കൊരു നല്ല സ്നേഹിതനുണ്ട്.
ഈ ലോകത്തിലെ സ്നേഹിതർ എന്നെ മറക്കുമ്പോഴും, ഈ ലോകത്തിലെ ബന്ധങ്ങൾ ശിഥിലമാകുമ്പോഴും, അറ്റുപോകുമ്പോഴും യേശുവാണ് നിങ്ങളുടെയും എൻ്റെയും ചതിക്കാത്ത സ്നേഹം.